ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുഞ്ഞുട്ടാക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ഒരുങ്ങിക്കെട്ടി പോകാൻ നിൽക്കണ്ടോ. എങ്ങോട്ടല്ല, നമ്മൾ ബേബീസിൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ബേബീസിന് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ സൂര്യനായിട്ട് എന്താ ബായ് പറഞ്ഞ് പോകാനായി നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ ഹെയർ കട്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഹെയർ കട്ടിങ്ങിനൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഇതാ ഹേമന്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഹേമന്ത് ആരുമല്ല, ആ കണ്ട ഡോഗാണ് കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മളെ കണ്ടപ്പോൾ ആളൊന്ന് ഫയർ ആയിരുന്നു. പിന്നെ അവർ പറഞ്ഞു അവർ ദോസ്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. നമ്മൾ ബേബീസിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കുറേ സമയം കളിക്കാനൊക്കെ വന്നു കേട്ടോ. പക്ഷേ അനുബേബിക്കും അസിമോക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അസിമോളെ അതിനായിട്ട് ഇണങ്ങി കേട്ടോ. അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. സ്റ്റാൻഡപ്പ് പറഞ്ഞാൽ സ്റ്റാൻഡായിട്ട് നിൽക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ പാവം തോന്നും കേട്ടോ അത് നിൽക്കുന്നത് കാണുമ്പോൾ. ഫസ്റ്റ് തന്നെ നമ്മൾ അനുബേബിൻ്റെ ഹെയറാണ് കേട്ടോ കട്ടാക്കാൻ പോകുന്നത്. ആൾ വലിയ സംഭവമായിട്ടൊക്കെ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ആവും എന്നറിയില്ല. അനുബേബി ഡോഗിനെ കണ്ടിട്ട് പേടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അസിമോള് പിന്നാലെ നടക്കായിരുന്നു കേട്ടോ ആ ഡോഗ്. അതുകൊണ്ട് ആളും കുറച്ച് പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളെ കൂടെ തന്നെ വന്നിട്ട് എങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അവസാനം അസിമോളോട് ഫീഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഡോഗിൻ്റെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ അസിമോള് കൊടുത്തിട്ട് ആൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ അസിമോള് എൻ്റെ കൈ തന്നപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടോ. എനിക്കും പേടിയായിരുന്നു കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കൈ അടിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട്. പക്ഷേ ഇല്ല കേട്ടോ, ആൾ ഭയങ്കര പാവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആൾ അതൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് കഴിച്ച് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനുബേബി സമയമായപ്പോഴത്തേക്ക് ഇതാ ആ ഹെയർ കട്ടാക്കുന്ന ആളെ ഭയങ്കര ഒരു പഠിപ്പൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കായിരുന്നു. ആൾ സമ്മതിച്ചേ ഇല്ല കേട്ടോ ഹെയർ കട്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നിന്ന് കൊടുത്തില്ല കേട്ടോ. അവസാനം അത് പകുതിക്കന്ന് നിർത്തിയിട്ട് നമ്മൾ പോകുന്നത്. അനുബേബിൻ്റെ മാത്രമേ കട്ടാക്കിയിട്ടുള്ളൂ. അനുബേബി തീരെ സഹകരിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളിതാ ചെറിയ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെ പോയാലും ആദ്യം ആ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്സ് വാങ്ങിക്കണം കേട്ടോ. അതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ തേടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ 2 ഫ്ലേവർ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ബ്ലൂബെറീൻ്റെ ഫ്ലേവറാണ് എടുക്കാറ്. പിന്നെ നമ്മൾ ആവശ്യമുള്ള സംഭവങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തെല്ലാമൊക്കെ പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം വലിയൊരു ബില്ല് വന്നപ്പോൾ കുഞ്ഞുറ്റാക്കാൻ്റെ ഒരു നോട്ടുണ്ടായിരുന്നു. അത് ഞാൻ മെയിൻറ്റാക്കിയാൽ പിന്നെ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പം അവിടെ മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ബോയ്സാണ്, ഒരു ബോയാണ് കേട്ടോ മെഹന്തി ഇട്ട് കൊടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എത്ര ഈസി ആയിട്ട് എത്ര പെട്ടെന്നാണെന്നറിയോ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.